ഹൈക്കോടതിയിൽ ദേവസ്വം വിജിലൻസ് നൽകുന്ന അന്തിമ റിപ്പോർട്ട് തന്നെയാണ് ഇന്നത്തെ പ്രധാന വാർത്ത. റിപ്പോർട്ടിലെ പ്രധാന വിവരങ്ങൾ ഇപ്പോൾ റിപ്പോർട്ടിന് ലഭിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ, ശബരിമല സ്വർണ്ണമോഷണത്തിൽ വൻ ഗൂഢാലോചനയെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ടിൽ പറയുന്നത്. തിരുവാഭരണം കമ്മീഷണർ അടക്കം അന്നത്തെ പ്രധാന ഉദ്യോഗസ്ഥരുടെ പേര് പറഞ്ഞുള്ള റിപ്പോർട്ടാണ്. ഭരണ നേതൃത്വത്തിന്റെ വീഴ്ചയും റിപ്പോർട്ടിൽ പറയുന്നു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. ചെമ്പല്ല, സ്വർണ്ണപ്പാളികൾ തന്നെയാണ് പോറ്റിക്ക് നൽകിയതെന്ന് തെളിയിക്കുന്ന മൊഴികളും റിപ്പോർട്ടിലുണ്ട്. സ്വർണം പൂശിയ ചെമ്പുപാളികൾ അറ്റകുറ്റപ്പണി നടത്താനാണ് അനുമതി നൽകിയതെന്ന് കണ്ഠര രാജീവർ മൊഴി നൽകി. കാലപ്പഴക്കമില്ലാത്ത ചെമ്പുപാളികളാണ് സ്വർണം പൂശാൻ ലഭിച്ചതെന്ന് സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയും മൊഴി നൽകി. എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ റിപ്പോർട്ട് ശുപാർശ ചെയ്യുകയാണ്. റഷീദ് വിവരങ്ങളുമായി. റഹീസ്, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പുറത്തേക്ക് വരികയാണല്ലോ. എന്താണ് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്? ആരുടെയൊക്കെ പേരുകൾ എന്നറിയാനാകുന്നോ? സ്മൃതി, ദേവസ്വം വിജിലൻസ് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന അന്തിമ റിപ്പോർട്ടിൽ സ്ഫോടനാത്മകമായ വിവരങ്ങൾ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ട ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക ശില്പത്തിന്റെ പാളികളല്ല ചെന്നൈയിലെത്തിയതെന്ന് സ്മാർട്ട് ക്രിയേഷൻസിന്റെ അവിടെ സ്വർണം പൂശിയ കമ്പനിയുടെ സിഇഒ പങ്കജ് ഭണ്ഡാരി ഇന്നലെ മൊഴി നൽകിയിട്ടുണ്ട്. അവിടെ കൊണ്ടുവന്നത് മുമ്പ് സ്വർണം പാകിയ പാളികളെയല്ല, കാലപ്പഴക്കമില്ലാത്ത പാളികളാണ് കൊണ്ടുവന്നത് എന്നതാണ് മൊഴി. അതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പിക്കാം, ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക ശില്പമല്ല, പുതിയ ഒരെണ്ണമാണ് സ്മാർട്ട് ക്രിയേഷനിൽ സ്വർണം പൂശാൻ വേണ്ടി പങ്കജ് ഭണ്ഡാരി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയതെന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അന്നത്തെ ശബരിമല തന്ത്രിയായ രാജീവ് കണ്ഠര് ദേവസ്വം വിജിലൻസിന് കൊടുത്ത മൊഴി ഈ ഇന്നത്തെ റിപ്പോർട്ടിലുണ്ട്. അതിൽ പറയുന്നത് രാജീവ് കണ്ഠര്, അതായത് തന്ത്രി, അനുമതി നൽകിയത് സ്വർണം പൂശിയ ചെമ്പുപാളികൾ കൊണ്ടുപോകാനാണ്. എക്സാക്ട് വേർഡ് അത് അങ്ങനെ തന്നെയാണുള്ളത്. സ്വർണം പൂശിയ ചെമ്പുപാളികൾ കൊണ്ടുപോകാനുള്ള അനുമതിയാണ് ഞാൻ കൊടുത്തതെന്ന് രാജീവ് കണ്ഠര് മൊഴി നൽകിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അന്ന് അദ്ദേഹം എഴുതി കൊടുത്ത ആ രേഖയുടെ ആ കോപ്പി വിജിലൻസ് സംഘത്തിന് കൈമാറിയിട്ടുമുണ്ട്. അതും വിജിലൻസ് സംഘം ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന രേഖകൾ ഉണ്ടാവും. ഇതിൽ നിന്ന് ഒരു കാര്യം വിജിലൻസ് ഉറപ്പിച്ചിട്ടുണ്ട്, അന്ന് കൊണ്ടുപോയത് സ്വർണം പൂശിയത് തന്നെയാണ്. നിലവിൽ അത് എവിടെയാണ് എന്ന കാര്യത്തിൽ വിജിലൻസ് നിഗമനത്തിലേക്ക് വരുന്നു. അത് 2019 തന്നെ കേരളത്തിന് പുറത്തേക്ക് വിറ്റിട്ടുണ്ടാകാനുള്ള സാധ്യതയാണ് പറയുന്നത്. ഗൂഢാലോചന എന്ന് പറയുമ്പോൾ ഈ മോഷണത്തിൽ, ഈ കവർച്ചയിൽ ഒരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രം തോന്നി, അയാൾ ഒറ്റയ്ക്ക് നടപ്പാക്കിയതല്ല. ഇതിലൊരു ആസൂത്രണമുണ്ട് എന്ന രൂപത്തിലാണോ ആ റിപ്പോർട്ട്? ആ റിപ്പോർട്ടിൽ കൃത്യമായ ഗൂഢാലോചന അവിടെ നിന്ന് സ്വർണം കൊണ്ടുപോകുന്നതിൽ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, അന്നത്തെ ഉദ്യോഗസ്ഥരുടെ പങ്കും ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. 2019 ശബരിമലയിലെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ഡി സുധീഷ് കുമാറിന്റെ പേര് റിപ്പോർട്ടിലുണ്ട്. ഒപ്പം അന്നത്തെ തിരുവാഭരണ കമ്മീഷണറായിരുന്ന KS ബൈജുവിന്റെ പേരുണ്ട്. ഇപ്പോൾ സസ്പെൻഷനിലുള്ള അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിന്റെ പേരുണ്ട്. ഈ 3 പേരുകൾ റിപ്പോർട്ടിലുണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട്. ഇവരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്ന് ഗൂഢാലോചന നടത്തി എന്നതാണ് റിപ്പോർട്ടിലുള്ളത്. പക്ഷേ അന്നത്തെ ദേവസ്വം ഭരണസമിതിയുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ റിപ്പോർട്ടിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് കൃത്യമായ ഇടപെടലുകൾ, ഇത് സുതാര്യമല്ലാത്ത ഇടപെടലുകൾ നടത്തുമ്പോൾ അന്ന് അത് നോക്കി വിലയിരുത്തി കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ ഉണ്ടായി എന്ന പരാമർശം അവരുടെ അന്നത്തെ ദേവസ്വം പ്രസിഡന്റായ എ പത്മകുമാറിന്റെയും പിന്നീട് വന്ന എൻ വാസുവിന്റെയും ഒന്നും പേരുകളില്ല എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അന്നത്തെ ഭരണ നേതൃത്വത്തിന് വീഴ്ചകൾ ഉണ്ടായി എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം, FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്ന ശുപാർശയുണ്ട്. ഇന്ന് 10:30 ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ തന്നെ ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 1ാം പ്രതിയാക്കി ഒരു പരാതി പോലീസിൽ നൽകും എന്നാണ് മനസ്സിലാക്കുന്നത്. റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമായിരിക്കും ദേവസ്വം ബോർഡിന്റെ നടപടി ഉണ്ടാവുക. ആ പരാതിയുടെ അടിസ്ഥാനത്തിലായിരിക്കും SIT കേസ് രജിസ്റ്റർ ചെയ്ത് മറ്റു പ്രതികളെ തീരുമാനിക്കുക. ചേർത്ത് വെക്കാൻ